ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിൽ DBയിലേക്ക് വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ മൊത്തം വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് സർക്യൂട്ട് വലിക്കേണ്ടത്, എവിടേക്കൊക്കെയാണ് സർക്യൂട്ട് മെയിനായിട്ട് പോകുന്നത്, എങ്ങനെയാണ് പൈപ്പിലൂടെ വയറ് വലിച്ച് കാര്യങ്ങൾ, അതായത് ഇൻഡക്ഷൻ കറണ്ട് ഇല്ലാത്ത രീതിയിൽ, അതായത് ഇൻഡക്ഷൻ കറണ്ട് ഒട്ടും വരാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ പൈപ്പിലൂടെ ടൈറ്റ് ആവാതെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 3 ഫേസ് DBയാണ് കൊടുത്തിരിക്കുന്നത്. 3 ഫേസ് DBയിൽ സെപ്പറേറ്റ് പൈപ്പുകൾ കണ്ടോ. ഓരോ പൈപ്പിൽ നമ്മൾ വയറ് വലിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ഫ്രീ ആയിട്ട് പൈപ്പുകളിൽ ഓരോ പൈപ്പും ഫ്രീ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം പൈപ്പ് ഒരുപാട് ലാവിഷായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് കൂടില്ലേന്ന്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് വയറ് ടൈറ്റ് ചെയ്ത് വയറ് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇൻഡക്ഷൻ കറണ്ട് ആയിരിക്കും. അതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി എക്സ്പെൻസ് മുടക്കി കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കറണ്ട്, അതായത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്ന അവസ്ഥയിലാണ് LED ബൾബുകൾ തെളിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മെയിൻ കാരണങ്ങളൊന്നാണ് ഈ പൈപ്പ് കാണുന്ന ഈ പൈപ്പുകൾ ഉണ്ടാവും. 20 mm പൈപ്പ്, 25 mm പൈപ്പ്. ഇതിലൂടെ പൈപ്പ് കുറച്ചിട്ടതിന് ശേഷം ലാവിഷായിട്ട് വയറ് ഇതിൻ്റെ ഉള്ളിലൂടെ ശരിക്ക് ടൈറ്റ് ചെയ്ത് വലിക്കുന്ന സമയത്ത് ഒരു വയറുകൾ തമ്മിൽ ഒട്ടും തന്നെ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇൻഡക്ഷൻ കറണ്ട് മസ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് നമുക്ക് ഒരിക്കലും അത് സോൾവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിനേക്കാൾ ബെറ്റർ നല്ലത് നമ്മൾ ജീവിതകാലത്തിൽ ഒരു വീടാണ് വെക്കുന്നതെങ്കിൽ ആ സമയത്ത് നല്ല രീതിയിൽ തന്നെ പൈപ്പ് കാര്യങ്ങളെല്ലാം ലാവിഷായിട്ട് ചെയ്തതിന് ശേഷം വയറുകൾ ഇതുപോലെ ടൈറ്റ് ആവാതെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നം മാക്സിമം സോൾവ് ചെയ്യാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഓരോ സ്ഥലത്തേക്ക് പോകുന്ന സർക്യൂട്ടുകളാണ് ഈ കറഞ്ഞ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. പല കളറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനെല്ലാം തന്നെ കളർ കോഡിംഗ് സിസ്റ്റം ഉണ്ട്. കളർ കോഡിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമ്മൾ വയറ് കാര്യങ്ങളെല്ലാം വലിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പ്രശ്നങ്ങൾ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ പറയുന്ന വയറും കാര്യങ്ങളും സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്ത് ക്ലിയർ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഫേസ്, ന്യൂട്രൽ, എർത്ത്, പിന്നെ വരുന്നത് മാസ്റ്റർ, ഇൻവെർട്ടർ. ഇങ്ങനെ മെയിൻ 5 വയറുകളാണ് മെയിനായിട്ട് വരുന്നത്. ഫേസ് വരുന്നത് റെഡ് കൊടുക്കും, ന്യൂട്രൽ വരുന്നത് ബ്ലാക്ക് കൊടുക്കും, എർത്ത് വരുന്നത് ഗ്രീൻ കൊടുക്കും, യെല്ലോ വരുന്നത് ഇൻവെർട്ടർ കൊടുക്കും, ബ്ലൂ വരുന്നത് നമ്മൾ ഇൻവെർട്ടർ സെക്ഷൻ മാസ്റ്റർ കണക്ഷൻ കൊടുക്കും. ഇങ്ങനെ മെയിനായിട്ടാണ് നമ്മൾ ഈ പറയുന്ന വയർ കളർ കോഡിങ് വരുന്നത്. പിന്നെ ഓരോ സെക്ഷനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിച്ചണിലേക്ക് പവർ സർക്യൂട്ട് ഒരു സർക്യൂട്ട് ഉണ്ടാവും. ഇനിയിപ്പോൾ വർക്ക് ഏരിയ ഉണ്ടെങ്കിൽ വർക്ക് ഏരിയയിലേക്ക് സെപ്പറേറ്റ് ഒരു സർക്യൂട്ട് ഉണ്ടാവും. പിന്നെ മോട്ടറിന് സെപ്പറേറ്റ് ഒരു സർക്യൂട്ട് ഉണ്ടാവും. അപ്പോൾ കിച്ചണിൻ്റെ ഏരിയ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 3 സർക്യൂട്ട് ഏറ്റവും കുറഞ്ഞത് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇനിയിപ്പോൾ പവർ കൂടുതലാണെങ്കിൽ 2 പവറിന് വേണ്ടിയിട്ട് കിച്ചണിൽ തന്നെ 2 പവർ പ്ലഗുകൾ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാനായി 2 സെക്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. 2 പവർ കൊടുക്കുക, ഒരു മോട്ടറിന് ഒരു സെപ്പറേറ്റ് സർക്യൂട്ട് കൊടുക്കുക, കിച്ചണിൽ അതിന് വർക്ക് ഏരിയയ്ക്ക് സെപ്പറേറ്റ് സർക്യൂട്ട് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ ഒരു 4 സർക്യൂട്ട് കിച്ചണിൻ്റെ ഏരിയയിൽ മാത്രമായി. പിന്നെ ബെഡ്റൂമിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ AC ഒരു സർക്യൂട്ട്, പിന്നെ മെയിനായിട്ട് വരുന്ന ഒരു സർക്യൂട്ട് വേണമെങ്കിൽ നമുക്ക് ഹീറ്ററിന് ഒരു സെപ്പറേറ്റ് സർക്യൂട്ട് കൊടുക്കുക. അപ്പോൾ റൂമിലേക്ക് ആവറേജ് ഒരു 3 സർക്യൂട്ടായി. അങ്ങനെ 3 റൂം ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഓരോ റൂമിലും 3 സർക്യൂട്ടുകൾ വന്നു. പിന്നെ ലിവിങ് ഏരിയയിൽ ഒരു സർക്യൂട്ട്, വാഷിംഗ് മെഷീൻ ഒരു സർക്യൂട്ട്, പിന്നെ ഡൈനിങ് ഏരിയയിലുണ്ടെങ്കിൽ ആ സെക്ഷനിലേക്ക് ഒരു സർക്യൂട്ട്, പിന്നെ മെയിൻ ഏരിയകളിലുണ്ടെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് സർക്യൂട്ട്, ഇൻവെർട്ടറിന് സെപ്പറേറ്റ് സർക്യൂട്ട്, അങ്ങനെ സെപ്പറേറ്റ് സർക്യൂട്ടുകളെല്ലാം ചെയ്ത് MCBകളെല്ലാം കറക്റ്റ് ആംബിയർ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ മാക്സിമം കംപ്ലയിൻസുകൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള വയറിങ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ പുതിയതായിട്ട് ഇതുപോലെ തന്നെ പുതിയ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so